നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം നമ്മുടെ നാട്ടിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ചില സങ്കടകരമായ കാര്യങ്ങളെക്കുറിച്ചാണ്. കാരണം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിൽ വന്ന് വളരെ അധികം നല്ല നിലയിൽ ജോലികൾ ചെയ്ത് കാശുകൾ സമ്പാദിച്ച് സ്വന്തം നാട്ടിലേക്ക് അയച്ച് അവർ തൻ്റെ കുടുംബങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അതിനോടൊപ്പം നാട്ടിൽ ചില കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് നമ്മുടെ നാടിനെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിൽ കടന്നു വരുന്ന അതിഥി തൊഴിലാളികളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ അടുത്ത സമയത്താണ്, അതായത് 2-3 ദിവസത്തിന് മുന്നെയാണ് നമ്മുടെ ഉദ്യോഗസ്ഥനായ, അതായത് ട്രെയിനിൽ TT ആയി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് തനിക്ക് പറ്റിയ ഒരു വലിയ ഒരു നീചമായ പ്രവൃത്തി എന്നാൽ ഇന്ന് അദ്ദേഹം ഭൂമിയിലില്ല എന്ന് വേണമെങ്കിലല്ല, ഇന്ന് അദ്ദേഹം ഇല്ല. അദ്ദേഹം തൻ്റെ ഔദ്യോഗിക നിർവഹണത്തിനിടയിൽ സഹപ്രവർത്തകരോടൊപ്പം ജോലി ചെയ്യുന്നതിനിടയിൽ ഒരു യാത്രക്കാരനോട് ടിക്കറ്റ് ചോദിക്കുകയും അദ്ദേഹം എതിർത്ത് സംസാരിക്കുകയും കയർത്ത് സംസാരിക്കുകയും അദ്ദേഹത്തെ തൽക്ഷണം ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തുകയും ചെയ്തു. ശേഷം അദ്ദേഹം ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള നിലയിലാണ് അദ്ദേഹം ഉറങ്ങുകയും അടുത്ത സ്റ്റേഷനിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിനെ പോലീസുകാർ പിടിച്ച് നിർത്തി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, തൊട്ട് അടുത്ത ദിവസം നമ്മുടെ നാട്ടിൽ മറ്റൊരു കൊലയും നടന്നിരിക്കുന്നു. ഒരു മനുഷ്യനെ കെട്ടിയിട്ട് നാട്ടുകാർ കൂടി അടിച്ച് കൊന്നു എന്നാണ് സർവ്വവിധ ചാനലും പറയുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ദുരൂഹതയില്ലേ? കാരണം ഒരു വീട്ടിൽ ഒരു പുരുഷൻ കടന്നു ചെല്ലുന്നു, ഫ്രണ്ടാണെന്ന് പറയുന്നു, കടന്നു ചെന്ന് ബഹളമുണ്ടാക്കുന്നു. ഈ വീട്ടിൽ ഈ മനുഷ്യൻ, അതായത് ഈ അതിഥി തൊഴിലാളി എന്ന് പറയുന്ന ഈ വ്യക്തി, ഈ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന അവരെ നേരത്തെ ഈ പരിസരത്തുള്ള ആർക്കും യാതൊരു പരിചയവുമില്ല, ആരും അറിയത്തുമില്ല, ആരുമായിട്ട് യാതൊരു ബന്ധവും അവർ പുലർത്തുന്നില്ല. രാത്രിയിൽ വരുന്നു, പകൽ വരുന്നു, പോകുന്നു, ജോലികളുണ്ടെങ്കിൽ അങ്ങനെ പോകുന്നു, ചില 1-2 പേര് വീട്ടിലുണ്ടാവുന്നു. ഈ പയ്യൻ, ഈ അതിഥി തൊഴിലാളിയായ ഈ പയ്യൻ ഈ പെൺകുട്ടികളെ തിരക്കി ഈ വീട്ടിൽ വരണമെങ്കിൽ അവരത്ര അടുത്ത ഒരു ബന്ധം ഉണ്ടായിരിക്കണം. ഈ വീട്ടിൽ ചെന്ന് അദ്ദേഹം ബഹളം ഉണ്ടാക്കണമെങ്കിൽ അവരുമായി അടുത്ത എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിരിക്കണം. ഒന്നുകിൽ അവനെ വല്ല പറ്റിക്കുകയോ, അല്ലെങ്കിൽ അവനെ വാക്ക് പറഞ്ഞ് എന്തെങ്കിലും തരത്തിൽ അവനെ കബളിപ്പിക്കുകയോ, അല്ലെങ്കിൽ അവനിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി ഇവരവനെ പറ്റിക്കാൻ ശ്രമിക്കുകയോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവൻ യാതൊരു കാരണവശാലും ഒരു പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന ഒരു വീട്ടിൽ മനസ്സുറച്ച് ധൈര്യത്തോടു കൂടി കടന്നു ചെല്ലില്ല. ഇനി ഒന്ന് പറയാനുള്ളത്, ഈ അതിഥി തൊഴിലാളികൾ അവരുടെ നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരണമെങ്കിൽ അവർ അത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പാടുകൾ അവരുടെ നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് അവർ നമ്മുടെ നാട്ടിൽ വന്ന് സുഗമമായ രീതിയിൽ ജോലി ചെയ്ത് സമ്പാദിച്ച് അവരുടെ കുടുംബത്തെ പുലർത്താൻ വേണ്ടിയിട്ട് അവരിവിടെ വരുന്നത്. ശരിയാണ്. പക്ഷേ ഇവർ വരുന്നത് യഥാർത്ഥ ഇന്ത്യക്കാരാണോ എന്ന് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഭരണ അധികാരികൾ ഇവരെ നിരീക്ഷിക്കുന്നുണ്ടോ? ഇവർക്ക് ഏതെങ്കിലും തരത്തിലൊരു ഏജൻസിയെ ഏർപ്പെടുത്തുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ വരുന്നത് ഏത് വിധേനയാണെന്ന് അവരെ കണ്ടറിഞ്ഞെങ്കിൽ മാത്രമേ അവരെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റൂ. ഒരു മനുഷ്യനെ വളരെ നികൃഷ്ടമായ രീതിയിൽ നിഷ്ഠൂരം ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരി കേൾക്കുന്ന ഒരു കാര്യം, പറയുന്നൊരു കാര്യമുണ്ട്, ഇവരെ ഈ നാട്ടിൽ നിന്നും അടിച്ചോട്ടിക്കണമെന്നാണ്. സത്യത്തിൽ ശരിയാണ്. കാരണം ഇത്രയധികം ആൾക്കാർ നമ്മുടെ നാട്ടിൽ വന്ന് ജോലി ചെയ്ത് അവരുടെ നാട്ടിൽ ഈ 10,000-60,000 രൂപയും ഓരോ മാസവും അവരുടെ നാട്ടിലേക്ക് ബാങ്ക് വഴി അവർ അയക്കുന്നുണ്ട്. ഈ പൈസ മുഴുവനും നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് കിട്ടേണ്ട പൈസയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ളവരോ ഈ പണിയെടുക്കാൻ തയ്യാറല്ല. അവർ വൈറ്റ് കോളർ ജോലികൾ മാത്രമേ ചെയ്യൂ. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇത്രയധികം ആൾക്കാർ വന്ന് ജോലി ചെയ്യാൻ അവസരം നമ്മൾ തന്നെയാണ് ഒരുക്കി കൊടുത്തത്. നിങ്ങളൊന്ന് ആലോചിക്കണം. ബിവറേജ് കോർപ്പറേഷൻ്റെ മുന്നിൽ, അതായത് ഔട്ട്ലെറ്റുകളിൽ ചെന്ന് മദ്യത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന നമ്മുടെ ചെറുപ്പക്കാർ, ഇവരുടെ ആൾക്കാർ എത്ര പേരുണ്ട്? ഇവർ കിട്ടുന്ന പൈസ മുഴുവനും അങ്ങനെ മദ്യം കഴിച്ചും ആരെങ്കിലും വാങ്ങിക്കൊടുത്ത് കൂടിച്ചേർന്നൊക്കെ കഴിക്കുമായിരിക്കും, ഇല്ലയെന്ന് പറയുന്നില്ല. പിന്നെ അതിനോടൊപ്പം മറ്റു പല പ്രവൃത്തികളും ഉണ്ട്. ഇവരിൽ ചിലർ നാട്ടിൽ എല്ലാ മാസവും പൈസ അയക്കാത്തവരുണ്ട്. എന്നാൽ നിരന്തരം എല്ലാ മാസവും കറക്റ്റായിട്ട് കൃത്യമായി വീട്ടിലേക്ക് പണം അയക്കുന്ന ഒരുപാട് പേരെ
കണ്ടിട്ടുണ്ട്, നമുക്കറിയാം. പിന്നെ നമ്മുടെ നാട്ടിൽ വേറൊരു ഒരു പ്രശ്നമുള്ളത്, ഇവരെ സപ്ലൈ ചെയ്യുന്ന ചില മലയാളികളുണ്ട്. ഈ ആൾക്കാരെ പിടിച്ച് ഒരു 10-20 പേരെ പിടിച്ച് വെച്ച് ഇവരെ സപ്ലൈ ചെയ്യും. ഏതെങ്കിലും കോൺട്രാക്ടറിൻ്റെ കീഴിൽ ഒരു ജോലി സ്ഥിരം കിട്ടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ ജോലിക്ക് വേണ്ടിയിട്ട് അവർ ഈ അതിഥി തൊഴിലാളികളെ സപ്ലൈ ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അവരുടെ നിന്നും 10-200 വാങ്ങി ഓരോ ദിവസം ജോലി കഴിയുമ്പോൾ ഈ 1000 കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് കൊടുക്കുന്നത് 800 ആയിരിക്കും, 200 അവരെടുക്കും. അവരുടെ ജോലിക്ക് പുറമെയാണ് കമ്മീഷൻ. ഈ കമ്മീഷൻ വ്യവസ്ഥയിലാണ് ഇവരെ കൊണ്ടുവരുന്നത്. 800 പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് 1000 വാങ്ങിക്കും. നേരിട്ട് അനുഭവസ്ഥനാണ് ഞാൻ. എൻ്റെ വീട്ടിൽ എനിക്കും വീട് വയ്ക്കുമ്പോൾ ഇവരെ കൊണ്ടുവന്ന് അവരുടെ എൻ്റെ കയ്യിൽ നിന്നും 900-950 വാങ്ങി അവർക്ക് കൊടുക്കുന്നത് 750-800 അപ്പോൾ 100-150 ഇവരെടുക്കും. അവർ തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന പൈസ ഞങ്ങൾക്ക് കിട്ടാറില്ല. അവർ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് എവരെയൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ റീസണായിട്ട് നടന്ന ഒരു കേസാണ്. ഒരു പയ്യനെ നാട്ടുകാർ കൂടി തല്ലിക്കൊന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്താണ്? ഈ വീട്ടിനുള്ളിൽ ഈ പയ്യൻ കടന്നു ചെല്ലുമ്പോൾ അവിടെ വളരെ ഒച്ചയുണ്ടാകുന്നു, പ്രശ്നങ്ങളുണ്ടാകുന്നു. ഈ വീട്ടിനുള്ളിൽ നടന്നത് എന്താണെന്ന് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട ഒരു കേസാണ്. കാരണം ഇതിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന വീട്ടുകാരും പരിസരവാസികളും പറയുന്ന ചില വാക്കുകൾ ഒരിക്കലും അവരങ്ങനെ ചെയ്യില്ല. ഇവനെ തടഞ്ഞു വെച്ചത് ശരിയാണ്, ഓടിപ്പോവാതിരിക്കാൻ വേണ്ടി കെട്ടിയിട്ടതും ശരിയാണ്. ചിലപ്പോൾ 1-2 കൊടുത്തിട്ടുണ്ടാവും. കാരണം രാത്രിയിൽ ഒരു പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ ചെന്നപ്പോൾ അവർ ഇവനെ അറിയില്ല എന്നും പറഞ്ഞതോട് കൂടിയിട്ടാണ് പ്രശ്നം വഷളാവുന്നത്. ഇവ അതിക്രമിച്ച് കയറി, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ടാണ്, ഞങ്ങളുടെ റൂമിൽ വന്ന് ഞങ്ങളെ തിരക്കി വന്നതാണെന്ന് ഇവർ പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം അവിടെ ഉണ്ടാവുകയായിരുന്നില്ല. പക്ഷേ അവർ നിഷേധിച്ചപ്പോൾ നാട്ടുകാർക്ക് സംശയം തോന്നി. ഈ സംശയത്തിൻ്റെ കാരണത്താലാണ് ഈ പയ്യനെ മർദ്ദിക്കുന്നത്. മർദ്ദനം അവർ ചെയ്തിട്ടില്ല എന്നവർ പറയുന്നു. പക്ഷേ അങ്ങനെ വന്നാൽ എൻ്റെ കുരവള്ളിയൊക്കെ എങ്ങനെയാണ് പൊട്ടുന്നത്? ഈ നാട്ടുകാർ മർദ്ദിക്കുമ്പോൾ ഈ കുരവള്ളി എങ്ങനെ പൊട്ടും? തലയ്ക്കടിച്ചെന്ന് പറഞ്ഞു. തലയ്ക്കടിച്ച എന്തുകൊണ്ടാണ് ഇവനെ തലയ്ക്കടിച്ചത്? ഈ റൂമിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ ഇവൻ്റെ കൈ മുറിഞ്ഞ് ബ്ലഡ് ആ വീടിൻ്റെ തിണ്ണാമ്പുറത്ത് തന്നെ തളം കെട്ടി കിടപ്പുണ്ട്. അത് പല ന്യൂസ് ചാനലുകാരും അതിനെക്കുറിച്ച് കാണിക്കുന്നുണ്ട്. ഈ വീട്ടിൽ നിന്നിറങ്ങുന്ന ഈ വീട്ടിനുള്ളിൽ വെച്ച് നടന്ന സംഭവം എന്താണെന്ന് തീർച്ചയായും അന്വേഷിക്കേണ്ട കേസാണ്. ഈ പെൺകുട്ടികളെ ചോദ്യം ചെയ്യണം. ഈ പെൺകുട്ടികൾ അല്ലാതെ ഈ വീട്ടിനുള്ളിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? അതും അന്വേഷിക്കേണ്ട ഒരു കേസാണ്. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, അതിഥി തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ ജോലിക്ക് വരണ്ട എന്ന് പറയുന്നില്ല. കാരണം നമ്മുടെ നാട്ടിലുള്ളവർക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അവർക്ക് ഇതിനൊന്നും വയ്യ. നമ്മളും ഈ കഥ പറഞ്ഞതുപോലെ നമ്മുടെ നാട് വിട്ട് രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്ത് വന്ന് ജോലി ചെയ്യുന്നു. ഇവിടെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ വരുന്നത്. പക്ഷേ നമ്മൾ അവരുടെ പരമാധികാരങ്ങളിൽ കടന്നു ചെല്ലുകയോ അവരുടെ അടുത്ത് എതിർത്ത് സംസാരിക്കുകയോ നമുക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം ഇവിടുത്തെ നിയമം അങ്ങനെയാണ്. 100-ൽ 101% സ്വദേശികൾക്ക് വേണ്ടിയിട്ടാണ്. വിദേശികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ വലിയ ഇതൊന്നുമില്ല. നമ്മളെ ന്യായമായ കാര്യങ്ങൾക്ക് കൂട്ടി നിൽക്കാറുണ്ട്. നമ്മൾ ന്യായമാണ് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ ന്യായമാണെങ്കിൽ തീർച്ചയായും ഇവിടുത്തെ നിയമം നമുക്ക് അനുകൂലമാണ്. പക്ഷേ ഈ രീതിയിലുള്ള പ്രവൃത്തികളാണെങ്കിൽ നമ്മൾ ഉള്ളിൽ തന്നെയാണ്, പിന്നെ തലയും പോവും, അത് വേറെ വിഷയം. അപ്പോൾ ഇതുപോലുള്ള ഇവരെ നിരീക്ഷിക്കണം. ഇവർ സ്വന്തം നാട് വിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഇവരെക്കുറിച്ച് 100% നിരീക്ഷിക്കണം. അവിടെ പല കുറ്റകൃത്യങ്ങളിൽ നടത്തി വീടുകളിൽ നിന്നും അടിച്ചോടിക്കുന്നതായിരിക്കും. ഇവരെയൊക്കെ പറഞ്ഞ് എങ്ങോട്ടെങ്കിലുമൊക്കെ നീയൊക്കെ പോയി ജീവിക്കുക എന്നൊക്കെ പറഞ്ഞു വിടുന്ന ഇവരൊക്കെ വളരെ മൃഗീയമായി എന്തും ചെയ്യാൻ മടിക്കാത്ത ചില ആൾക്കാരുണ്ട്. ഇവർ 100% ഇന്ത്യക്കാരല്ല. പലതരത്തിൽ രേഖകൾ ഉണ്ടാക്കി അവർ സ്വന്തം നാടുകൾ വിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരികയാണ്. അതിന് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്താണ് ഇവർ നാട്ടിലേക്ക് വരുന്നത്. അതിനൊരു ചെറിയ ഉദാഹരണം പറയാൻ, ഞങ്ങളൊരു ആവശ്യത്തിന് ചെന്നൈയിൽ പോയിട്ട് അന്ന് രാവിലെ ഞങ്ങൾ ചെന്നിറങ്ങി. തിരുവനന്തപുരത്ത് നിന്നും കല്ലട ബസ്സിലാണ് ഞങ്ങൾ ചെന്നൈക്ക് പോകുന്നത്. ചെന്നൈക്ക് ചെന്ന് റൂമെടുത്ത് താമസിച്ചു. എൻ്റെ ഫ്രണ്ടിൻ്റെ അളിയനെ മലേഷ്യയ്ക്ക് വിടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. അവിടെ നിന്നായിരുന്നു ഫ്ലൈറ്റ്. ഉച്ചയ്ക്ക് ഞങ്ങൾ കയറ്റി വിട്ട്. ഉച്ച കഴിഞ്ഞ് ഇനി എന്തായാലും ഇവിടെ നിൽക്കണ്ടല്ലോ, നാട്ടിൽ പോകാമല്ലോ എന്നുള്ള തീരുമാനത്തിൽ ബസ് അന്വേഷിക്കുമ്പോൾ ബസ്സില്ല, എല്ലാം ഫുള്ളാണ്. അങ്ങനെ ട്രെയിനിൽ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ രാവിലെ തൊട്ട് ഈ അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്നും ഒരു വ്യക്തി ഞങ്ങളെ വിളിച്ച് സംസാരിക്കാറുണ്ട്. അപ്പോൾ കുറച്ച് മുമ്പ് അവരെ നമുക്കറിയാം. ഇങ്ങനെ ഒരാൾ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അതേപോലെ തമിഴ്നാടിൻ്റെ ഹോം മിനിസ്റ്റർ ആയിരുന്നു.
അവർ അവിടെ അഡ്മിറ്റാണ്. അവരുടെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ അന്ന് പറയുന്നുണ്ടായിരുന്നു, കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന സമയത്ത് അവിടെ നിന്നൊരു കോൾ വരുന്നു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോവുക, കാരണം ഇന്നിവിടെ പല പ്രശ്നങ്ങളും നടക്കാൻ ചാൻസ് ഉണ്ട് എന്ന്. കാര്യം അന്വേഷിച്ചപ്പോൾ ഇവിടുത്തെ ഹോം മിനിസ്റ്റർ മരണപ്പെട്ടിരിക്കുകയാണ് എന്ന് ഞങ്ങളോട് പറയുന്നു. അപ്പോൾ ഏത് വിധേനയും ഞങ്ങൾക്ക് എന്തായാലും അവിടെ നിന്ന് പോയേ പറ്റൂ. ടിക്കറ്റ് എടുത്ത് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ കൂടിയ പൈസ കൊടുത്താണ് ടിക്കറ്റ് എടുക്കുന്നത്. കാരണം പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല, കിട്ടുന്ന ഏത് ട്രെയിനിലാണോ സ്ഥലം വിടണം. ടിക്കറ്റ് എടുത്ത് തിരിച്ചു വരുമ്പോൾ ഒരു മലയാളി പോലീസുകാരൻ ഞങ്ങളോട് പറയുകയാണ്, നിങ്ങൾ മലയാളത്തിൽ സംസാരിച്ചതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്, ഒരു കാരണവശാലും നിങ്ങളിവിടെ നിൽക്കരുത്, സ്ഥലം വിട്ടോളണം, കിട്ടുന്ന ഏത് ട്രെയിനാണോ പൊക്കോളണം, കാരണം ഇവിടെ പല പ്രശ്നങ്ങളും നടക്കാൻ ചാൻസ് ഉണ്ട്. ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റ് തേടി വരുന്ന സമയത്ത് ഈ കമ്പാർട്ട്മെൻറ്റുകളിലെല്ലാം ഈ അതിഥി തൊഴിലാളികൾ കംപ്ലീറ്റ് ബാഗ് നിരത്തി അവർ അങ്ങ് കിടക്കുകയാണ്. ടിക്കറ്റ് എടുത്ത് കയ്യിൽ വെച്ചിട്ട് നിൽക്കുന്നവർ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ട്രെയിൻ വിട്ടു ഓടിത്തുടങ്ങി. TTR വന്ന് അവരവരുടെ സീറ്റുകൾ നോക്കുമ്പോൾ ഒരു സീറ്റുമില്ല, ഒരു സീറ്റും ഒഴിവില്ല. എല്ലാ സീറ്റിലും ഇവർ സുഖകരമായിട്ട് ഉറങ്ങുകയാണ് ബാഗുകൾ വെച്ചിട്ട്. അപ്പോൾ അദ്ദേഹം ടിക്കറ്റ് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത്, ഇവർ ആദ്യമായിട്ടൊക്കെ ആണല്ലോ അവരുടെ സ്വന്തം നാട് വിട്ട് ഈ നാട്ടിലോട്ട് വരണത്, എന്താണ് ചോദിക്കുന്നതെന്ന് അറിയാൻ വയ്യ. ഒന്നുമില്ല എന്ന് പറയുന്നുമുണ്ട്. പക്ഷേ പറയുന്നത് അവരുടെ ഭാഷയിലായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ യവന്മാർ പറയുന്നതൊന്നും നിങ്ങൾക്കും മനസ്സിലാവുന്നില്ല, അവർക്കും മനസ്സിലാവുന്നില്ല. പക്ഷേ നിങ്ങൾ ചോദിക്കുന്ന ടിക്കറ്റാണെന്ന കാര്യം മനസ്സിലായി, പക്ഷേ അവർ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും, ഇത് സ്ഥിരമുള്ള പരിപാടിയാണ്. അപ്പം ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് ചെന്നൈ വിട്ട് തൃശ്ശൂർ വരെ നിൽക്കേണ്ട സാഹചര്യമാണ്. ഞങ്ങൾ മാത്രമൊന്നല്ല, അതുപോലെ നൂറുകണക്കിന് ആൾക്കാർ അന്ന് നിന്ന് കോയമ്പത്തൂരും ചെന്നൈയും തൃശ്ശൂരും കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയത്. ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. അപ്പോൾ ഈ നമ്മുടെ വിനോദ് എന്ന് പറയുന്ന TTRൻ്റെ സഹോദരി പറഞ്ഞതുപോലെ ഇവരെ തീർച്ചയായും നമ്മുടെ നാട്ടിൽ നിന്നും പറഞ്ഞേക്കേണ്ട സമയം കഴിഞ്ഞു. നല്ലവരുണ്ട്, 1999 പേരും ചിലപ്പോൾ നല്ലവരായിരിക്കും, കാരണം അവരുടെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. തീർച്ചയായും അത്തരത്തിലുള്ള ആൾക്കാരെ നിരീക്ഷിച്ച് ഇവർക്കൊരു നിരീക്ഷണം നിർബന്ധമാണ്. ഈ നിർബന്ധം ആക്കിയില്ല എങ്കിൽ ഇനിയും നമ്മുടെ നാട്ടിൽ ഈ തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ഇനിയും നടക്കും. ഇപ്പോൾ 2 ദിവസത്തിന് മുമ്പ് ഒരു മനുഷ്യനെ കൊന്നു, മലയാളിയായ ഒരു മനുഷ്യനെ കൊന്നു. അടുത്ത 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ വീണ്ടും അരുണാചൽ പ്രദേശിലുള്ള ഒരു വ്യക്തിയെ നമ്മുടെ നാട്ടുകാർ കൊന്നെന്ന് പറയണം. അപ്പം നിരന്തരം ഇങ്ങനെ കൊല ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതൊരു ദയനീയമായ അവസ്ഥയാണ്. നിർഭാഗ്യവശാൽ ഒരു പയ്യൻ മരണപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും പോലീസുകാർ ഇതിനെ നല്ല രീതിയിൽ അന്വേഷിച്ച് ഇതിൻ്റെ തീരുമാനങ്ങൾ കണ്ടെത്തേണ്ടതാണ്. അതുപോലെ ഇവർ പറഞ്ഞിരിക്കുന്ന ചില ഭാഗങ്ങൾ, അതായത് TTRൻ്റെ അടുത്ത് ഇദ്ദേഹം ഈ കൊല ചെയ്യപ്പെട്ട കൊല ചെയ്ത അവൻ സംസാരിക്കുന്നതും ഈ TTRൻ്റെ സഹോദരി സംസാരിക്കുന്നതും, അതുപോലെ ഇപ്പോൾ ഇന്നലെ നടന്ന ഈ കൊലയും, അതായത് അരുണാചൽ പ്രദേശിൽ ഉള്ള ഒരു പയ്യനെ നമ്മുടെ നാട്ടുകാർ തല്ലിക്കൊന്നു എന്ന് പറഞ്ഞയും ചില വീഡിയോകൾ ഞാൻ ഇതിനോടൊപ്പം ചേർക്കുകയാണ്. നിങ്ങൾ കാണുക, ഇതിൻ്റെ അഭിപ്രായങ്ങൾ, വിലയേറിയ നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതിനൊരു പ്രതിവിധിയല്ല, പല സംഭവങ്ങൾ ഇതിനനുസരിച്ച് ഇവിടെ നടന്നിട്ടുള്ളൂ. ഇതുവരെ ഇതിനൊന്നും പ്രതികരിക്കാതിരുന്നിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ. ഒരു TTക്കിന്റെ ജീവന് എന്ത് വിലയാവുള്ളത്? ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്ന TTയെ പ്രതി പിന്നിലൂടെ വന്ന് തള്ളി വീഴ്ത്തുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷിയും ട്രെയിനിലെ ചായ വിൽപ്പനക്കാരനുമായ രാജേഷ് കുമാർ മനോരമ ന്യൂസിനോട്. TTയെ തള്ളിയിട്ട ശേഷം ഒന്നും സംഭവിക്കാത്ത മട്ടിൽ സീറ്റിൽ പോയിരുന്നു. ഉദ്യോഗസ്ഥൻ വീഴുന്നത് കണ്ടതിന്റെ ഞെട്ടിൽ നിന്നും മുക്തനാവാൻ കഴിയുന്നില്ലെന്നും രാജേഷ് കുമാർ മനോരമ ന്യൂസിനോട് പറഞ്ഞു. ട്രെയിനിൽ നിന്ന് TTയെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ ആ ദൃശ്യങ്ങൾക്ക് സാക്ഷിയായ ആളാണ് എൻ്റെ കൂടെ ഉള്ളത്. ഇന്നലെ എന്തായിരുന്നു സംഭവിച്ചത്? S10 11 കടക്കണം. 11 കടക്കുമ്പോഴാണ് ഈ S11 വാതിക്കന് TTയും ഈ പ്രതിയും കൂടി ജസ്റ്റ് ഒരു ടിക്കറ്റില്ല, അതിൻ്റെ ഒരു ചെറിയ വിഷയം സംസാരിക്കണം. അപ്പോൾ ഞാനത് കടന്ന് അങ്ങോട്ട് കവർ ചെയ്ത് പോയി അതിനപ്പുറത്ത് നിന്നൊരു സാധനം കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ച് സാറ് ഇവൻ പറഞ്ഞാൽ കേൾക്കത്തുകൊണ്ട് സാധാരണ എല്ലാ TTമാരും ചെയ്യുന്ന കൺട്രോളിൽ വിവരം അറിയിക്കുക. സാറും അത് തന്നെ പോയിട്ട് ഫോൺ എടുത്തിട്ട് നേരെ ഡോറിൻ്റെ അവിടെ പോയി നിന്നിട്ട് വിളിക്കണമായിരുന്നു. ആ വിളിക്കുന്ന സമയത്ത് പയ്യെ ഈ പ്രതി കഴിച്ച് വന്നിട്ട് ബാഗ് ഫ്രീ ആണ്,
നമ്മൾ ഈ റൈറ്റ് സൈഡ് തിരിഞ്ഞിരിക്കുമ്പോൾ ബാക്കിൽ അത്ര ഫ്രീ ആണ്. അവൻ ബാക്കിൽ വന്നിട്ട് കറക്റ്റ് നിന്നിട്ട് ആ കൈയ്യഴണ നിന്നിട്ട് ഒരൊറ്റ പുഷയിലാണ്. ആ പുഷയിൽ ആൾ പോയി. മൂവാറ്റുപുഴ വാളകത്തെ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മരണം ആൾക്കൂട്ട മർദ്ദനത്തെ തുടർന്ന് സ്ഥിരീകരിച്ചു പോലീസ്. അശോക് ദാസിനെ കെട്ടിയിട്ട ശേഷവും മർദ്ദിച്ചു. തലയ്ക്കും ശ്വാസകോശത്തിനുമേറ്റ ഗുരുതര പരിക്കാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു. പ്രതികൾ കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. വ്യാഴാഴ്ച പെൺസുഹൃത്തിന്റെ വീട്ടിലെത്തി മടങ്ങുമ്പോഴാണ് അരുണാചൽ പ്രദേശ് സ്വദേശി അശോക് ദാസിന് ആൾക്കൂട്ടമർദ്ദനത്തിൽ ഗുരുതര പരിക്കേൽക്കുന്നത്. വഴിയോരത്തെ തൂണിൽ കെട്ടിയിട്ട അശോക് ദാസിനെ പോലീസ് എത്തി ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ 10 പേരും കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. പ്രതികളുടെ മൊബൈലിൽ നിന്ന് മർദ്ദന ദൃശ്യങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കേസ് അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിലാണ്. സംഭവം തുടങ്ങിയിട്ടേ ഉള്ളൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഇന്റേണൽ ഇഞ്ചുറീസ് ഉണ്ട്. അത് മർദ്ദനത്തിലുണ്ടായെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. വീട്ടിൽ വെച്ച് പെൺസുഹൃത്തുമായുണ്ടായ തർക്കത്തിനിടെ അശോക് ദാസ് സ്വയം കൈകൾക്ക് മുറിവേൽപ്പിച്ചിരുന്നു. ഇക്കാര്യത്തിലും അന്വേഷണം വേണമെന്നാണ് അയൽവാസികളുടെ ആവശ്യം. പോലീസ് വന്നു കഴിഞ്ഞാൽ പിന്നെയാണ് അവിടെ തുറന്നു കണ്ടത്. ഇപ്പോൾ മുറിയിൽ കുറേ ബ്ലഡും പിന്നെ കുപ്പിയും ചില്ലൊക്കെ പൊട്ടിക്കിടക്കണ്ടായിരുന്നു. വേറെ അതെന്താന്ന് അറിഞ്ഞൊന്നും ഞങ്ങൾക്കറിയില്ല. അകത്ത് നടന്ന എന്താണെന്നറിയില്ല. ദുരൂഹ സാഹചര്യത്തിൽ കണ്ടപ്പോൾ നാട്ടുകാർ ചോദ്യം ചെയ്തെന്നും മർദ്ദനമുണ്ടായതായി അറിയില്ലെന്നുമാണ് ദൃക്സാക്ഷിയുടെ വെളിപ്പെടുത്തൽ. അങ്ങനെ സംഭവങ്ങളുണ്ട്. പക്ഷെ നമ്മളപ്പോൾ ഒരു കാര്യം കൂടി കാണണം. ഈ സംഭവം കണ്ട് ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും പിന്നീട് ഈ രജനീകാന്തയെ പിടിച്ചു നിർത്തിയത് ഇതേ ട്രെയിനിൽ തന്നെ സഞ്ചരിച്ച 2 അതിഥി തൊഴിലാളികളാണ്. ഇതിലെ പ്രധാന സാക്ഷികളായ 2 അതിഥി തൊഴിലാളികളാണ്. അവരുടെ പ്രതികരണം നമ്മൾ കഴിഞ്ഞ ബുള്ളറ്റിനിൽ കൊടുത്തതുമാണ്. അവർ തന്നെയാണ് ധൈര്യം സംഭരിച്ച് ഈ സംഭവം കണ്ടപ്പോൾ അവരെയും മർദ്ദിക്കുമെന്നും കൊല്ലുമെന്നും ഒക്കെ ഭീഷണിപ്പെടുത്തിയിരുന്നു രജനീകാന്ത്. എന്നിട്ടും അതിനൊന്നും ആദ്യമൊന്നും ഭയപ്പെട്ടെങ്കിലും പിന്നീട് അതിന് വഴിവെക്കാതെ രജനീകാന്തയെ പിടിച്ചു നിർത്തിയത് അവരാണ്. അപ്പോൾ നമുക്ക് എല്ലാവരെയും അങ്ങനെ അതിഥി തൊഴിലാളികൾ അങ്ങനെ പ്രശ്നമാണെന്ന് പറയാൻ കഴിയില്ല. ഒരുപാട് നല്ല മനുഷ്യരുമുണ്ട്. പക്ഷേ എന്നാൽ ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ വലിയ രീതിയിൽ തന്നെ ഈ പല അതിഥി തൊഴിലാളികൾക്കും ഇവിടെ എത്തുന്ന എല്ലാ അതിഥി തൊഴിലാളികൾക്കും അതൊരു ചീത്തപ്പേരാകുന്നു എന്നുള്ളതാണ്. ഈ ട്രെയിനിൽ വളരെ മദ്യപിച്ച് ലെക്ക് കെട്ട നിലയിലായിരുന്നു രജനീകാന്ത് ട്രെയിനിൽ കയറിയത്. അതിനുശേഷം ടിക്കറ്റ് ചോദിക്കുക എന്നുള്ളത് ഒരു ടി ടിയുടെ പ്രാഥമിക ജോലിയാണ്. അത് ചെയ്തപ്പോൾ അമ്മയ്ക്കും അച്ഛനുമൊക്കെ